വേറെന്താ പറ. എടാ ഡെലിവറി ബോയ്ക്ക് ടിപ്പ് ചെയ്താലോ? എന്താ പറയുന്നത്? സദ്യ ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ബോയുടെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണമായിട്ട് അവർ ഓടുകയാണ്. നമ്മൾ ഇന്ന് എപ്പോ ഫുഡ് ഓർഡർ ചെയ്തപ്പോഴും അവര് വന്ന് തരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഉച്ചക്ക് നമ്മള് സദ്യ ഓർഡർ ചെയ്ത് അപ്പൊ ഇവര് കാര്യല്ലേ? ഇവര് ഓണമായിട്ട് കിടന്ന് ഓടേണ്ട അവസ്ഥ. ഷവർമ്മ കിട്ടിയില്ല. ഓണം സദ്യ ആണോ? നമുക്ക് സദ്യ ഓർഡർ ചെയ്യാം. ആദ്യം നമ്മൾ ക്യാമറമാനെ വിളിച്ച് സെറ്റാക്കണ ചെയ്തല്ലേ? ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഇപ്പൊ ലൈവിൽ കയറുന്ന നിങ്ങളാ നേരത്തെ പറയുമ്പോ ഞാൻ ചിന്തിക്കുന്നത് ഇതേ കോസ്റ്റ്യൂമിൽ പുറത്തുപോയ സീനായിരിക്കൂലേ? എപ്പോ പറഞ്ഞേ? എപ്പോ? ഇന്നോ? മുന്നേ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിളിച്ചു വരുത്തൂലേ? കോൾ ഈഗിൾ ഓക്കെ ഈഗിൾ വിളിച്ചോക്കാം. ആടാ ഈഗിളുടെ നാട്ടിലെ നമ്പർ കിട്ടൂലടാ. പുറത്തെ ഫേസ് ടൈം ഞാൻ കിട്ടൂല. ഈഗിള് പുറത്താ. ഈഗിള് ദുബൈയില്. വേറെ ആൾ പറ. ആ പാട്ടാട് വാമനം പാട്ടാട് നോക്കട്ടെ. ഇർഫാൻ അബൂബക്കർ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. വിക്കി മമ്മന്റെ മുളയ്ക്ക് ഒരു കടി കൊടുക്കും. അടി ഇവര് ഇതല്ലാണ്ട് ഇങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല ഇവര്. നമ്മള് എടാ എന്താ ഓണപരിപാടികൾ പറഞ്ഞാൽ അത് ചെയ്യാം. ഓക്കെ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാലിനാണ് കേട്ടോ സംസാരിക്കുന്നത്. പിരമിഡ് കല്ല് ഗിവ്. ഓ എടാ ഞാൻ പിരമിഡിൽ നിന്ന് കല്ല് കൊണ്ടതിനടാ. കല്ല് വേണോ എനിക്ക്? പിരമിഡിൽ നിന്നുള്ള കല്ല് ഇന്ന് നിങ്ങളെല്ലാവരും. എനിക്ക് കല്ല് ഭയങ്കര. ഞാൻ കല്ല് ഡീലറാണ് ഇപ്പോ. ആണോ? അല്ലെങ്കിൽ കല്ലുണ്ട്, ഞാൻ കല്ല് കൊടുക്കാൻ പോയത്. ആണോ? കല്ലിന് ഭയങ്കര പിടിപാടാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാര്യം സൂക്ഷിക്കണല്ലേ? എല്ലാവരും സൂക്ഷിക്കുക. അതായത് പിരമിഡിലെ കല്ലുകളാണ് കേട്ടോ. സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രായം വളരെ ചെറിയ പ്രായമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ടുണ്ട്. നമ്മളെ സന്തോഷങ്ങൾ വളരെ വലുതാണ് പുറത്ത്, എന്നാൽ അകത്ത് അത്ര വലിയ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഇമാതിരി പൂറ്റിത്തരം പറയുന്ന മാവേലിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കേരളം നന്നാവുകയല്ല. ഓർഡർ ചെയ്തേ സദ്യ പായസം ഓർഡർ ചെയ്താലോ? പായസം മഹാരാജാവേ, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? ആ പാട്ട് പാടിയാലും മാമനൻ മഹാരാജാ. എന്തെങ്കിലും ഓർഡർ ചെയ്യും. പായസം, സദ്യ, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഡെലിവറി വേണേ വരുത്തിക്ക്. ആരാ വരുന്നേ നോക്കാം. ഓക്കെ, എത്ര ടിപ്പ് കൊടുക്കും? ചാറ്റ് പറ. എത്ര കൊടുക്കും? ഓണക്കൈ നീട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് എത്ര കൊടുത്തേ? 2000. ലാസ്റ്റ് നമ്മൾ 2000 കൊടുത്തേ. എത്ര കൊടുക്കണം? ചാറ്റ് പറ. കോൾ സായിപ്പ് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. പറ എത്ര കൊടുക്കണം? പാട്ട് പാടണം. ആ പാട്ട് പാടും. വൈഷ്ണവ് കെവി ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. 702,59,670 ഫോൺ നമ്പർ PLS. എന്താണ് ഇവെല്ലാം പറയുന്നത്? 5000, 10,000, 10 ലാക്ക്. എന്താ ഇത്? എന്താ ടിപ്പ് കൊടുക്കുന്ന ആരാ പറയുന്നത്? മഹാരാജാവേ, 5K നല്ല കൂടുതൽ കാണുന്നത്. രാജാവേ, 5K ആ ഫോൺ തരുമോ? 5K 10K എന്തിനാ നോക്കി പാടാൻ? ഏതോട്ടാ പാടുന്നത്? അടിപൊളി പാട്ട്. ഓക്കെ, വാമന നമുക്ക് വേണ്ടൊരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. ഇതിൽ എവിടെയാണ് മഹാരാജാവേ? ഇതിൽ എന്താണ് മാമന് വേണ്ടത്? ഗൂഗിൾ. യൂട്യൂബ് അല്ലേ? യൂട്യൂബ് വേണ്ട, ഗൂഗിൾ ഇവിടെയാണ് മാമന. വേറെ ഒന്നും തുറക്കാൻ പാടില്ല. മാമന് കുറച്ച് കടി കൂടുതലാണെന്ന് എനിക്കറിയാം. സൂക്ഷിച്ച് ഉപയോഗിക്കുക. 5K ആണ് കൂടുതലും പറയുന്നത്. ഓക്കെ, 10K ചില ആൾ 10K പറയുന്നുണ്ട്. അത്ര കൊടുക്കും? ചാറ്റ് പറ. ഓക്കെ, എടാ ഓർഡർ ചെയ്താ? എത്ര മിനിറ്റ് നോക്കട്ടെ. ആരാ ഓർഡർ ചെയ്ത ആളാരാ നോക്കട്ടെ. ഓക്കെ, ആ പൈസ എടുക്കട്ടെ. മഹാരാജാവേ, ഞാൻ പാട്ട് പാടട്ടെ? അവിടെ പേര് കാണിക്കുന്നില്ല.
റാൻഡം ആയിട്ട് ആരാ വരുന്നത് നമുക്ക് ഒരു ഐഡിയയില്ല. ഓക്കെ, ഇതിൽ പേര് കാണിക്കുന്നില്ല. അറൈവിംഗ് ഇൻ 7 minutes എന്ന് മാത്രം കാണിക്കുന്നത്. Location? 7 minutes. പുതിയ വീടാടാ. എടാ മയിലേ, ലൊക്കേഷൻ പോയാ ഉണ്ടടാ, ഏതി കാണിക്കുന്നുണ്ടാ എടാ ഇനി വീടും വീട് മാറുന്ന പറഞ്ഞ എത്ര കാലം കഷ്ടപ്പെട്ട് കൊറേ തപ്പിട്ടാണ് ഈ വീട് കിട്ടിയ എനിക്ക്. ത്രൂ ഗൂഗിൾ പേ കൈനീട്ടമായിട്ട് ഞാൻ ഇതുവരെ പേ ചെയ്ത് എല്ലാം തിരിച്ചതാ. നായിന്റെ മോനെ ലൊക്കേഷൻ ലീക്ക്. ഇനി എല്ലാത്ത ആളെ എന്റെ കയ്യിൽ ഇത് തരുകൂടാ. അനെ ഞാൻ പൊട്ടാൻ നിനക്ക് അറിയില്ലേ? എന്തിനാ കൈമത്താതിന് അറിയാം. മഹാരാജാവേ കരയാതിരിക്കൂ. പണ്ടൊരു നാട്ടിൽ മാവേൽ തമ്പുരാൻ കുണ്ടറ വഴിയെ പോയപ്പോൾ കണ്ടവരാദികളെല്ലാം മാവേൽ തമ്പുരാൻ എന്നാലും ലൊക്കേഷൻ കണ്ടിന് മറ്റേ ഫോണല്ലോ അവിടെ. പോട്ടെ 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 പോട്ടെ, പാടിക്കോട്ടെ. വീട് മാറാ. ഇനി എന്താക്കണ്ടേ? ആ പാട്ട് ഞാൻ എന്തെങ്കിലും മുമ്പ് കലാസ്നേഹികൾ ആരവിടെ? ഓണത്തിന് വേണ്ടിയായി ഞാൻ നല്ലൊരു ഗാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ മാമനിന് വേണ്ടി എല്ലാവരും അനുഗ്രഹിക്കണം. അസ്സലാമു അലൈക്കും. മാണിക്യമല്ലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്ന ഇത് നബിദിന പരിപാടിയല്ല, ഓണ പരിപാടിയാണ്. വിലസിടുന്ന വേറെ പാട്. ഈ മദ്രസ പൊട്ടൻ ഇങ്ങ തന്നെ ആയിപ്പോയി തോന്നി. ഹാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനരച്ച് കല്യാണോലനക്കായി ബീവി തൂനിഞ്ഞു ബീവി തൂനിഞ്ഞു മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടുന്നോളെ വിലസിടുന്നോളെ കച്ചവടം കൊണ്ടുപോയവനാ. കൊണ്ടുപോ കടം കൊണ്ടുപോ. ഓക്കെ 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 ഓണാഘോഷത്തിലേക്ക് സോറി നമ്മള് പെട്ടെന്ന് വൈബ് മാറി നമ്മള് കോയ വൈബിലേക്ക് തിരിച്ചു പോയിപ്പോയി. മദ്രസ പൊട്ടന്മാരായി പോയി. സോറി മൈ അപ്പോളജീസ്. ഓക്കെ, നമുക്ക് ഓണ പരിപാടിയിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, നമുക്ക് ഓണപ്പാട്ടുകൾ പാടിയാലോ? എന്താ പറയുക? കരോക്കെ ഇടാം. ആ പാട്ടിന് പേരെന്താ? അത് ഏതെങ്കിലും അന്ന് ഓണപ്പാട്ടിന് പാടുന്നുണ്ട്. ഏതെങ്കിലും പഴയ പാട്ട് പാടാം. നമുക്ക് കരോക്കെ ഇടാം. പറ വിക്കി പാടാം. വിക്കിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടാം. സത്യം ഇതാണോ? ഇതെനിക്കറിയാം. ഈ പാട്ട് എനിക്കറിയാം. എടാ നിക്ക്, ഡെലിവറി വന്നാ സമയം എത്ര സമയമുണ്ട്? അവിടെ ഡെലിവറി പോയി നമുക്ക് ഇതാക്കണ്ടേ? നമുക്ക് ഡെലിവറി പോയി നമുക്ക് ഇതാക്കണ്ടേ? സർപ്രൈസ് ചെയ്യണ്ടേ? നിനക്ക് പാട്ട് പിന്നോടോ? നിക്ക് എടാ എത്ര കൊടുക്കുക? എത്ര നേരത്തെ പറഞ്ഞ? 5000 10,000 10,000 കൊടുക്കുക. ഓക്കെ 10,000 രൂപയാണ് നമ്മളെന്ന ഡെലിവറി ബോയ്ക്ക് കൊടുക്കുന്നത്. ഈ ഒരു എമൗണ്ട് തൊഴിലെടുക്കുന്ന ഓണ സമയത്ത് പോലും തൊഴിൽ ചെയ്യുന്ന എല്ലാ യുവാക്കളും ഇതെന്താണത്? മാറാ വാമനൻ
മാമനെ കുണ്ടിക വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് ഞാൻ പറയാം, നമ്മൾ ഡെലിവറി ബോയ്ക്ക് കൊടുക്കാൻ പോകുന്നത് 10,000 രൂപ. ഇതെന്താണ് ഒഫീഷ്യൽ ആക്കാൻ? ഇതെന്താണ്? ഇത് സാധാ കാര്യം അച്ഛന്മാർ എന്റെ ഫണ്ടിൽ നിന്ന്, അതായത് മഹാരാജൻ മഹാബലി ദാനം കൊടുത്ത് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ദേവേന്ദ്രൻ എന്നോട് ലോൺ എടുത്തിരിക്കുന്നത് 10,000 രൂപ ഇപ്പൊ കൊടുക്കാൻ പോവാണ്. ആള് കളിക്കണം മക്കളെ, ആള് ഗൈസ്, ഒരാൾക്ക് കൊടുക്കണം അല്ലെ രണ്ടാൾക്ക് കൊടുക്കണം? എങ്ങനെ? എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടുപേരെ സന്തോഷിപ്പിക്കാം. അതിന് കൊറേ സമയം എടുക്കും. അത് സമയം എടുക്കണോണ്ട് കുഴപ്പമില്ല, നമുക്ക് ഒരാൾക്ക് കൊടുക്കാം അല്ലെ? ത്രിലോകപുരിയിലെ ലെറ്റ്സ് ഗോ. We gonna tip a delivery boy 10,000 rupees. Let's go. ഞാൻ പോയി ഡ്രസ് മാറിയിട്ട് വരാം. എന്തിന്? ഡെലിവറി ബോയ്. കാര്യം ഞാൻ ചവിട്ടി ഒഴിവാക്കും മിക്കവാറും. അമീൻ ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു. അമീന് നിന്റെ എത്തിയോ? അവിടെ വേണ്ട, രണ്ടാക്കണം. നമുക്ക് ഒരാൾക്ക് കൊടുക്കാം. നമുക്കില്ലേ ഇതല്ലെങ്കിൽ തന്നെ ഇത് വരാൻ പോകുന്ന ആരാ? ഒന്നാമത്തെ കാര്യം ഈ രണ്ടാക്കണം കൂടെ വരാൻ പോകുന്ന ആരാന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഏതൊക്കെ വയസ്സായ ആളായിരിക്കും, ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളായിരിക്കും. മനസ്സിലായി? എന്നെ കണ്ടാൽ തന്നെ ചിലപ്പോൾ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലാവും? തുപ്പാനുള്ള ഏത് കാർണർ മാറലുണ്ട് സീരാവും. മനസ്സിലാവും? നമുക്ക് അത്ര റിസ്ക് എടുക്കാം. നമുക്ക് ഒരാൾക്ക് കൊടുക്കാം, അതാ നല്ലത്. ഇപ്പൊ ഒരാൾ ശരിയായില്ല, അടുത്ത ആളെ വിളിച്ചാൽ ഇതിന്റെ അപ്പുറത്തെ ആളെ വിളിച്ചാൽ കുറെ ഇതെടുക്കൂടാ, കുറെ സമയം എടുക്കാം. നമുക്ക് ഒരാൾക്ക് കൊടുക്കാം. ഓക്കെ റെഡി? എടാ വന്നാ എങ്ങോട്ടോ? എടാ ചേർട്ട് കൊടുക്ക്. അച്ഛാ ഹലോ. എന്ത് ചേട്ടന്റെ പേര്? ജാബറോ? എന്താ അറിയോ? ഇവിടെ ലൈവ് നടന്നോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ഓണത്തിന്റെ എങ്ങനെ ഓട്ടം കഴിഞ്ഞ് അപ്പൊ ഇന്ന് പരിപാടി ഒന്നുമില്ല. ഇന്ന് നമ്മള് പൊളിക്ക് നിക്കാ. ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും. എല്ലാരും മാവേലിയാ. ഇത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻ ഇത് മാവേലി. ഇത് എടാ ഇത്ര പെട്ടെന്ന് ആള് വരുമെന്ന് ഞാൻ വിചാരിച്ചു. സ്ക്രിപ്റ്റോ? എടാ ജാവർക്ക, നിങ്ങൾ തന്നെ പറ, ഇത് സ്ക്രിപ്റ്റ് ആണോ അല്ലയോ? നിങ്ങളെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ ആളെ കണ്ടിട്ടില്ല. ഇപ്പഴമ്മ ഓർഡർ ചെയ്തപ്പോ വന്നതാ. ഇപ്പൊ ഓർഡർ ചെയ്ത വന്നത് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്ന നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ജാബർക്ക കയറി വന്നിരിക്കുകയാണ്. നമുക്ക് സാധനം കാണിച്ചു കൊടുക്കണം. ഓർഡർ കാണിച്ചു കൊടുക്കുക. ഓർഡറിൽ എന്തായാലും നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ. അപ്പൊ ജാബർക്ക എവിടെ സ്ഥലം? മലപ്പുറം. അപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ഇവിടെ സ്വിഗ്ഗി ഓടുന്നത്. ഇതോട് വാമനായ് ഇതാണ് ലൊക്കേഷൻ. കണ്ട ചങ്കമ്പുഴ നഗരം. വാമന എന്താ മൈക്ക് ഇട്ടിട്ടാ വർത്താനം പറയുന്നത്? വാമന അതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതല്ല ഇവിടെ ലൈവിൽ കേൾക്കാം. എന്താ ഇതിൽ കാണിക്കുന്നതാണോ? ലൊക്കേഷൻ. അതെ. ലൊക്കേഷൻ. അയ്യോ ലൊക്കേഷൻ കാണും. ഒരു മിനിറ്റ്, ലൊക്കേഷൻ ഇല്ലാണ്ട് ഞാൻ കാണിക്കാം. അതെ, ജാബർ ഉള്ളാടൻ. എന്താ? വീട്ടുകാരാ? എന്നിട്ട് ജാബർക്ക് അമ്മന്ന് പൊളിക്കല്ലേ? എന്താ മൈക്ക് കൊടുക്ക? ജാബർക്കാക്ക് മൈക്ക് കൊടുക്കണം. ഫാമിലി മാനാ? അടിച്ചോളിയൊന്നുമില്ല. 4 പിള്ളേരാ? 4 പിള്ളേരുണ്ട്. ലൈവ് കാണാറുണ്ട്. സമയം വളരെ കുറവാന്നല്ലേ ജാബർക്കാക്ക്? സമയം കുറവല്ല, അത് മനസ്സിലായി. മലപ്പുറത്താടാ? മലപ്പുറം വേങ്ങര. വേങ്ങര അറിയാം. എന്തോ പറയുന്നുണ്ടാരോ? ഇല്ല, പൊത്തിപ്പടി അടിയില്ല. എന്തെല്ലോ പറയുന്നതെന്ന് ഓനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓന്റെ പേര് തന്നെ ഉണ്ടോ കള്ളനാ? ഓനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓൻ ലൊക്കേഷൻ പലതും പറയും. സൂര്യാസ് കിച്ചൺ പട്ടി. ഓക്കെ. അപ്പൊ ജാബർക്ക ഇന്ന് ഓണത്തിന് നമ്മളൊരു സന്തോഷത്തിന് ജാബർക്കാക്ക് 10,000 രൂപ ടിപ്പ് തരാൻ പോയത്. ശരിക്കും
ഇതെന്താ കയ്യെല്ലാം വിട്ടു നമ്മളെന്താ ഇവിടെ പാട്ട് മത്സരോ? പിന്നെ ഈ ഓണത്തിന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരേ ഒരു ഗിഫ്റ്റ് അതാ. നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. നിങ്ങൾ ഈ ഒരു ദിവസം ഓണമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതാ ഓണത്തിന് ഓഫ് എടുക്കാണ്ട് ജോലി ചെയ്യുന്നുണ്ട് ജാവർക്ക. നിങ്ങളെ പിള്ളേരും നിങ്ങൾ നോക്കുമ്പോ കേട്ടോ നിങ്ങള് എടാ WK എല്ലാരും WK. അച്ഛ തന്ത വൈബ്. പിന്നെ ജാവർക്കാക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ജാവർക്കാക്ക് എന്താ സ്ട്രീമിൽ ആൾക്കാരോട് എന്താ പറയാ? ലൈവ് ഇപ്പൊ തുടങ്ങിയുള്ളൂ. എന്താ പറയാനുള്ളത്? എന്തേലും ഹാപ്പി അല്ലേ? ഓക്കെ ജാവർക്കാക്ക് ഇവിടെ ഇരിക്കുന്ന അൺകംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ജാവർക്കാരുടെ മുഖം കണ്ടിട്ട് ജാവർക്ക പോയിക്കോട്ടെ അല്ല ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, സീനൊന്നുമില്ല അല്ലേ? ഓക്കെ ആ ഓക്കെ നബിദിനം പ്രമാണിച്ചല്ല സോറി തിരുവോണം പ്രമാണിച്ച് നമ്മള് അപ്പൊ കുറച്ച് പരിപാടികൾ നടത്താം. പാട്ട് മത്സരം, മറ്റെന്തേലും വടംവലി, സുന്ദരി ഇല്ലടാ സുന്ദരന്റെ കുണ്ടിക്കടിക്കൽ നാറ്റാക്കണം പേര്. അത് ശരിക്കും ചെയ്താലോ നമുക്ക്? കണ്ണ് കെട്ട ഒരു സാധനം എടുത്തിട്ടോ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും എടുത്തിട്ടോ. എടാ കോണ കൂരി തരല്ലേ മൈരെ. ഇവൻ എപ്പോഴുള്ള ഇവന്റെ സ്വഭാവം ഉണ്ട് കുറച്ച്. വേണ്ട എന്തെങ്കിലും കണ്ണ് കെട്ടാൻ എന്താ എടുത്തിട്ടോ. മുഹമ്മദ് വാമനൻ കാമക്കണ്ണൻ. എടാ എന്റെ മൈക്ക് പോയാ? ഈ നായിന്റെ മോന്റെ മേത്തേക്ക് ഒറ്റ കേറി കടത്തച്ചാ. ഇത് കൊത്തി കേറി എന്റെ മേലിലേക്ക് ഏതോ ഒരു സാധനം. കോൾ സാഹിബ് അടക്ക വീഡിയോ കോൾ ചെയ്യാനാ പറയുന്നത്. ഓൻ ലൈവ് ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ തലക്കടിയുള്ളൂ നല്ല തെറി കിട്ടും. ഇല്ല അല്ലേ? അല്ല ലൈവ് ഉണ്ട് ഇതായിരുന്ന കോള്. ആണോ അവന്റെ ഗേൾ ഫ്രണ്ട് വിളിക്കണം. എടുത്താലോ? ഹലോ മോളു. ഹലോ ജസ്റ്റ് ഒരു സെക്കൻഡ് ലേറ്റ് ആയി പോയി. എന്താ ഇതെന്താ പോടാ. തലക്കെട്ടാന്ന് എടുത്തിട്ടോ. കണ്ണെട്ടാന്ന് എടുത്തിട്ടോ. ഇല്ല ഇത് വേണ്ട കണ്ണെട്ടാ എടുത്തിട്ടോ. അതിന്റെ മോനെ കണ്ണെട്ടാൻ വേറെ എടുത്തിട്ടോ.
എടുത്തിട്ട് പാടാൻ പറ്റും എന്തെങ്കിലും. തനിച്ചത് കണ്ണിട്ടാന്ന് എടുത്തേ. എന്നിട്ട് ബാക്കി ആളെ വടി കൊണ്ട് അടിക്കും. ഒരാൾ കണ്ണ് കെട്ട് എന്നിട്ട് ബാക്കിയുള്ള ആളെ വടി കൊണ്ട് അടിക്കും. അതെങ്ങനെ? അതെന്താ കളി? ആ മറ്റേ ഓക്കെ ഓക്കെ തൂക്കിയിട്ടിട്ട് അതിന് കലെല്ലാം ഒപ്പിക്കാൻ പാടാ. എടാ ചട്ടിയെല്ലാം ഒപ്പിക്കാൻ പാടാ. നമുക്ക് ഇത് കണ്ണുകൊത്തി കളി കളിക്കാം. പിന്നെ മറ്റേ ലെമണൻ സ്പൂണാ എന്തേലും അല്ല ചെയർ പരിപാടി ഇല്ലേ, ചെയർ കളിയില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും കളിക്കാം. എന്നൊക്കെ സാഹിബിനെ വിളിച്ചു നോക്കട്ടെ. തെറി കിട്ടിയിട്ടില്ലെങ്കിൽ എടുക്കും. മിക്കവാറും തെറി കിട്ടും. മൈക്ക് പോയിന്നാ? മൈക്ക് പോയാ? മൈക്ക് എന്താ? ഹലോ ഹലോ ഇവിടെ സൗണ്ട് ഇല്ല. സായിപ്പ് എടുക്കുന്നില്ല. എന്താ തൽക്കാലം കെട്ട്, വേറെ എന്ത് ചെയ്യാനാ? തൽക്കാലം കെട്ട്. അവിടെ എടുക്കുന്നില്ല. ഓക്കെ സുന്ദരിക്ക് പൊട്ടുകൊടൽ എന്ത് കുഴപ്പമില്ല. മമ്മു മണം സീനാന്നട്ടാ. എടാ മമ്മു മണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. മുത്ത ഈ വീട്ടിൽ വേറൊരാളെയും മണക്കൂല. പക്ഷെ മമ്മു എടുത്തു വന്ന ഒരു നാറ്റം വരും. എന്റെ പൊന്നു മോനെ, ഞാൻ ഇവനോട് കുളിക്കാൻ പറഞ്ഞു ഞാൻ മടുത്ത്. ഇവൻ ഡെയിലി കുളിക്കുക പറയുന്നത്. എന്നാലും എന്താ മണം എനിക്ക് മനസ്സിലാവുന്നില്ല. മണക്കുന്നുണ്ട് നായിന്റെ പോലെ. അല്ല ഇവൻ ഭയങ്കര അടങ്ങാറാട്ടെ. ഇവൻ ഭയങ്കര കുരുത്തക്കേട് കൂടിക്കൂടി വരുന്ന ഇവന്റെ. ഓക്കെ 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 എങ്ങനെ കളി എങ്ങനെയാ? പൊട്ടില്ലേ? പൊട്ട് വേണം. ഓക്കെ എടാ വെറുതെ പറയുന്നത് ഇല്ലാത്ത അങ്ങനെ കിട്ടുകയും ചെയ്യില്ല. ലൊക്കേഷൻ കറക്റ്റ് എക്സാക്ട് കിട്ടും അങ്ങനെ? ഇല്ല കിട്ടൂല. ജാഫർക്ക ഇല്ല ഞാൻ വെറുതെ ആക്കാണ്ട്. മൈക്കുണ്ട്. പൊട്ടെടുക്ക പൊട്ടടെ നീ അകത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് വർത്താനം ഇവിടെ കേൾക്കാൻ പറ്റുന്നത്. ഇതാണ് പൊട്ട്. ഇതെങ്ങനെ പൊട്ട വെയിലിന് കഷ്ണം മുറിച്ചെടുക്കാനോ? ഒരു മിനിറ്റ്. അവിടെ ഇത് മുറിച്ചെടുത്താൽ അങ്ങനെ പൊട്ടായിട്ട് തൊടാൻ കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്ത് മൊത്തമായിട്ട് പറിച്ചെടുക്കാം. മനസ്സിലായോ? ഇതിങ്ങനെ ഒട്ടിക്കാം. ഓക്കെ എക്സ് ഒട്ടിക്കാം. ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. കണ്ണ് കിട്ടിയോ? അച്ഛനെ ഒട്ടിക്കാല്ലേ? ഓക്കെ അച്ഛന്റെ കുണ്ടിക്ക് പൊട്ടോടണം. അതാണ് ഗെയിം. ഞാൻ ഗെയിമിന്റെ റൂൾസ് ഞാൻ പറഞ്ഞ. അച്ഛന്റെ കുണ്ടിക്ക് പൊട്ടോടണം. അതാണ് രാജൻ. അങ്ങ് ദേവലോകത്തില് ഇന്ദ്ര മഹാരാജാവാണ്. മഹാബലി എന്ന് പറഞ്ഞൊരു മഹാരാജാവിനെ ഇങ്ങനെ നിങ്ങൾ തരം താഴ്ത്തുന്നതല്ല. പിന്നെ പൊട്ടോടാനിട സുന്ദരി ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? അച്ഛൻ ഭയങ്കര സുന്ദരനാണ്. ഭയങ്കര സുന്ദരനാ. അവനെ കാണിച്ചിട്ട് എന്നെ കെട്ടിക്കണ സ്വഭാവം ഇത്. ഞാനത് ഓക്കെ അവിടെ കുഞ്ഞിക്ക് അല്ല കുഞ്ഞിക്ക് ഓക്കെ. എടാ എനക്കൊന്ന് ഇത് അല്ല ആദ്യം നീ ചെയ്തോ, അതാ നല്ലത്. ആദ്യം നീ ചെയ്തോ. അച്ചാടെ കുഞ്ഞിക്ക് അല്ല ഇവിടെ കുഞ്ഞിക്ക് മര്യാദ കുഞ്ഞി. ഓക്കെ കണ്ണ് കെട്ടിയിട്ട് കറക്റ്റ് സ്റ്റിക്കർ കുണ്ടിക്ക് പോയിട്ട് ഒട്ടിക്കുന്ന ആള് ജയിക്കും. ഓക്കെ അത് പ്രൈസ് മണി ഉണ്ട് 2000 പ്രൈസ് മണി. ജയിക്കുന്നാക്ക് മാത്രം
പാട്ടൊന്നുമില്ല കറക്റ്റ് നോക്കണം, കറക്റ്റ് തൊടണം. ഇടുക്ക് കുഞ്ഞി കുറച്ചുകൂടി കുറച്ച് അങ്ങോട്ട് കയറി. ഓക്കെ, ഇല്ല നീ ദൂരത്ത് നോക്കണം. തിരിക്ക്. ഓക്കെ റെഡി. ഏയ് ആ താഴെ എടാ താഴെടാ, എടാ കുഞ്ഞി താഴെയല്ലേ, കുഞ്ഞിട്ടല്ലേ അയാള്. ആ തോറ്റ് നിങ്ങളെ എന്ത് പരിപാടി കാണിക്കുന്നത്? ഇയാളാടെ പോയി ഇരിക്കുന്നത്. അടക്ക് നിക്ക് ഓക്കെ കറക്ക്. എടാ എന്നെ കറക്കടാ. ആ ഇങ്ങോട്ടല്ലേ? നിക്ക് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ, ആദ്യം സ്ഥലം നോക്കട്ടെ. എടാ അച്ചായിയാണ് ഞാൻ കളിക്കില്ല, ഞാൻ സത്യം കളിക്കില്ല. ഒട്ടിക്ക് കറക്റ്റ് ഒട്ടിക്കുന്ന ആളെ ആയിരിക്കും. മാവേലി കുനി ഇയാള് പൊട്ടോ ഇന്നെങ്ങാനും നടക്കോ? ആ പൊട്ടുക. റെഡിയാ? കറക്കണ കറക്കല്ലടാ. ആ മതി. തമാശ കളിക്കല്ലേ അങ്ങോട്ടാ. തീട്ടം മണപ്പിച്ച് പോയാൽ കറക്റ്റ് അച്ചായന് മുണ്ടി കിട്ടും. നിക്ക എടാ മാറാ, മുന്നിന്ന് മാറ്. ഇവിടെയല്ലേ കറക്റ്റാ? എവിടെ ഒട്ടിച്ചേ? അടുത്ത വെക്ക്. ഒന്ന് പോയ മാവേലി കൊഞ്ഞിക്കുഞ്ഞില്ല പോയ മാവേലി ഒരു പൂറ്റിലെ മാവേലി. ഓക്കെ ആണോ എന്റെ കിരീടം കണ്ണൂടാണോ എന്നോട്? ആ മമ്മ അച്ഛനെ പണ്ണീറാണ്. ഞാൻ കണ്ണൂത്തിപ്പോ എന്തെല്ലാം സംഭവിച്ചേ? എത്രയാന്നല്ലേ കണക്കായക്ക് കറക്കി വിട്. എൽ മാവേലി ഇടാ. കാര്യം പറയാം, മാവേലി ആടെ പോയിരിക്കുന്നു ഇവിടെ പോയിരിക്കുന്നു. കളീന്റെ ഫണ്ട് പോയി. ആ കാര്യം പറയാലോ. മാവേലി കുഞ്ഞിക്ക് മാവേലി. ആ ഇതാണ് കളി. കറക്റ്റ് മാവേലിന്റെ കുണ്ടിക്ക് കറക്റ്റ് ഒട്ടിക്കണം. ഒട്ടാതെ ഒട്ടിച്ചിട്ട് അത് കൊടുക്കുക. ഇതെന്താക്കുന്ന എടാ എല്ലാം പറയുന്നത്. എന്നാ പിന്നെ വേറെ കളി കളിക്കാം. എന്നാ വേറെ കളി പറയാം. ചാറ്റ് പറ. വേറെ കളി പറ. വടംവലി. ഓക്കെ ഇതെന്താക്കുന്ന ഇവരെന്താക്കുന്നടാ? അട ഈ കളി വേണ്ട എല്ലാം എല്ലാരും ഇടുന്നത് എന്നാ അടുത്ത പറ അടുത്ത നോക്കാം. പറ
കസേരക്കളി വലിയ കസേരക്കളി കളിക്കണം. കസേരക്കളി ആവുമ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം കറിഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും നിർത്തേണ്ടി വരും. വേറെ പറ. വടംവലി കളിക്കണോ? കയറെടുക്ക. അവിടെ ഓണത്തിന് രാത്രി 11 മണി എല്ലാരും ആടിയും പോകുന്ന ടൈം അത്. ആ ടൈം ഇവന്മാർ ഈ ലൈവിലുള്ള ഈ 5000 ആൾക്കാർ ഏടുന്ന് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഓണമൊന്നും ഇല്ലേ? എന്താ സംഭവം? അവിടെ നിങ്ങൾ എന്താക്കുന്നത് പറ, നിങ്ങളെ കഥ പറഞ്ഞേ. നിങ്ങൾ എന്താക്കുന്നത്? ഇപ്പൊ ലൈവ് കാണുന്ന ആൾക്കാരോടെ ഞാൻ ചോദിക്കുന്നത്, ഓണമായിട്ട് രാത്രിയായിട്ട് നിങ്ങൾ എന്താക്കുന്ന അവിടെ അത് പറ. കുണ്ണ വലിച്ച് കളിക്കാൻ പറയുന്ന നാരങ്ങ സ്പൂൺ വടംവലി. അത് കളി ആദ്യം വടംവലി, അത് കഴിഞ്ഞിട്ട് നാരങ്ങ. ഓക്കെ, ആരല്ല വലിക്കുന്ന? ആരല്ല? ടീം പറ. പാട്ടേതാ? വടംവലിന്റെ പാട്ടേതാ? ആടടാ ആട്ട ഇതാ. ഓക്കെ റെഡി. ഷഫാന ഫാത്തിമ ഡൊനേറ്റഡ് 40 രൂപ. അമ്മ എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു നിന്റെ കൊണ്ടൻ കളി മൂലം തോണ്ടെ മണപ്പിക്കൊണ്ട് വേണ്ടായിരുന്നു. ശരിക്കും ഇവനെന്താ ചെയ്തറിയിപ്പോ? ഇവ തോണ്ടിട്ട് സ്ക്രീനില് സ്ക്രീനില് പട്ടി ഇവനെന്താ ചെയ്തറിയോ? ഇപ്പുറത്തെ മുകളിലുള്ള മോട്ടറിൽ ഷിഫാനന്റെ പേര് വന്ന സ്ഥലമില്ലേ, ആടത്തേക്ക് തോണ്ടിട്ട് ആടെ പോയി ഒരച്ചടാ. ആടെ ഇങ്ങനെ കല വന്നിന്. ഒരു ഞാൻ കാണിച്ചു തരാം. കാണിക്കാൻ പറ്റാത്ത ഇതില് ഷിഫാനാന്ന് എഴുതി കണ്ടാ? ഷിഫാനാന്ന് എഴുതി എടുത്ത് പോയിട്ട് ഒരച്ചിട്ടാ തോണ്ടിയത്. മയിരൻ പട്ടി നാണം പോലില്ലാത്തവൻ. അത് മര്യാദക്ക് നീ തന്നെ തുടച്ചോളാം കേട്ടാ. വീട്ടല്ലോ എനക്കുന്നടാ ആടിയടി. ഇതെന്ത് വൃത്തിയിട്ട ജന്മാണ് ഇത്. തമാശ വെറുതെ. ഇവനെന്താടാ ഞാൻ ചെയ്യേണ്ടത്? ഇത്രയും വൃത്തിയില്ലാത്ത ഒരു മൈര എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ കളി? ഒരു കളിയുമില്ല. എന്റെ കുണ്ണ വലിച്ച കളി. ഒരു നല്ലൊരു ഓണപരിപാടി നശിപ്പിച്ചപ്പോ സമാധാനമല്ലോ നിനക്ക്. തോണ്ടിന് ഷിഫാനാന്റെ പേരിന്റെ മോള് ഒരച്ചോന്. ബ്രദർ, സീരിയസ്ലി ബ്രദർ, ഷിഫാൻ ഇത് കാണുമ്പോഴുള്ള അവസ്ഥ ഞാൻ ഇപ്പൊ ഓളെ കുറിച്ച് ആലോചിച്ചേ. ഷിഫാനാന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയാ. ശരിക്കും ഷിഫാൻ ഇവനുമായിട്ട് കമ്പനി ഉണ്ടല്ലോ. എനിക്കറിയില്ല ഏതാ ഷിഫാൻ, എനിക്കറിയാം. അറിയാനില്ല. ഇല്ല. എന്നാലും എന്റെ പൊന്നു മോനെ. വടംവലി. ഓക്കെ, വടംവലി. നീ കുറച്ച് അങ്ങോട്ടിരുന്നേ. വടംവലിക്കാനുള്ള സാധനം എടുത്തേ. എടാ കാല കയറൊന്നും എടുക്കുന്നുണ്ടേ. വടം വലിച്ചിട്ട് തിരിച്ചു തരാം. കാലിന്റെ കയറുണ്ട്, ചെറുത് മതി. ഇത് മതിയോ? കാലനും ഇന്ദ്രനും കൂടി വലിക്കുന്നു. ഞാൻ റഫറി. കമന്ററിയാ? നീ ഒരു അണ്ടിയും പറയണ്ട. എടാ കാല വാ. കാലണ്ണ വടംവലി. അജീത് ഡൊനേറ്റഡ് 40 രൂപ.
ഇവനെ പുറത്താക്കാണ്. ഇവനെ കിക്ക് മമ്മു എല്ലാരും പറയുന്നുണ്ട്. ചാറ്റ് മൊത്തം കിക്ക് മമ്മു എന്നാ പറയുന്നത്. ഇവനെ പുറത്താക്കിയാ നമുക്ക്. ഇറങ്ങടാ പാവന, ഇറങ്ങടാ. മതി 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 പോ പോ. എന്തൊരു പരിപാടിയാണ് കാണിച്ചത്. എത്ര കഷ്ടപ്പെട്ട് മേടിച്ച കയറും കാര്യങ്ങളൊക്കെ ചുറ്റിക്കറി കളഞ്ഞല്ലോ പണ്ടറക്കാലം. കിക്ക് മാമു. എടാ എല്ലാരും കിക്ക് മാമു അറിയുന്ന. എടേ എടാ വെറുതെ ഇറങ്ങി വന്നേ. നീ എന്താക്കുന്നടാ? ഇതൊക്കെ നീ തന്നെ ആ എല്ലാം വൃത്തിയാക്കിട്ട് എല്ലാം വൃത്തിയാക്കിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും കേട്ടാ. ഇവിടെ മഴ എന്തൊരു സാധനം എന്നെ തന്നെ പേ പിടിച്ച മട്ടിയിൽ അള്ളാണെ അടിക്കുക. അള്ളാണ് എന്റേത് കൊള്ളുക. ഞാൻ സത്യം പറയാം, എന്റേത് കൊള്ളുക. അടുത്തവരാ കിക്ക് കിക്ക് കിക്ക്. അവിടെ മമ്മൂനെ കിക്ക് ചെയ്താലോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കില്ലേ, നമുക്ക് മമ്മൂനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടിടാം. മമ്മൂനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടിട്ടിട്ട് ആടുന്ന് പഠിക്കട്ടെ. എന്ത് പറയുന്നത്? അത് അടുത്ത പരിപാടി ആയിട്ട് വരുന്നുണ്ട്. എന്തോ കുരുത്തക്കേട് മൈൻഡിൽ കണ്ടാൽ മുമ്പ് വരുന്നു. അവന്റെ ബെരുത്ത് കണ്ടാൽ അറിയാം. നല്ല കുണ്ടിയായി. ഇനി ചാറ്റ് പറയുന്ന പോലെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു. ചാറ്റ് പറയുന്ന പോലെ ഞാൻ ഇവനെ ചെയ്യാൻ പോകുന്നു. എനക്കറിയില്ല. ആ കോണകം മാറ്റാൻ പറ. പോയി കോണം മാറ്റിട്ടോ. മര്യാദകൾ ഡ്രസ് ഇട്ടിട്ടോ. അതാ അടിക്കാൻ പിള്ളേർ കാത്തുക്കുന്നുണ്ട്. എടാ മൈര, ഞാൻ ഇതുവല്ലം പറയൂ. എന്റെ ചെക്കനെ തൊട്ട എന്റെ സ്വഭാവം മാറും. കേട്ടാ മൈര, എന്താണ് ഇതിന്റെ പേര്? ഷൈഫല മൈര. ഇങ്ങ് പാടാ കുണ്ണ. കണ്ണൂര് കാലുകുത്തി അടിക്കാറ്. അതും കണ്ണൂര് വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞോ? ഒക്കെ എടാ സംഭവം മമ്മു നീ കുറച്ച് ഓവറാകുന്നുണ്ട്. വേറെ കാര്യം ഓക്കെ. അച്ചായൻ ഇപ്പൊ ഞാൻ ലൈവ് കൊണ്ടുവന്നു. അച്ചായന് ബാലൻസ് അറിയാം. എന്ത് ചെയ്യണോ എന്താക്കണം. അച്ചായന് ബാലൻസ് അറിയാം. അതിന്റെ അപ്പുറത്തെ പ്രാന്തങ്ങളി കളിക്കൂല. അവിടെ കുറച്ചെല്ലാം പ്രാന്തങ്ങളി നീ കളിച്ചോ. ഇവനെല്ലാത്തിനുള്ള ഫ്രീഡം കൊടുത്തിട്ടാണല്ലോ ഇങ്ങനെ ആയത്. പ്രസവിക്കണോ? ഞാനൊത്തിരി കുഞ്ഞിക്കാലൻ വരവായെന്ന്. കാലൻ വരവായി. എന്ത് സംഭവം? എന്താ എന്തെങ്കിലും ചിത്രഗുപ്തനെ വിളിച്ചു. റിംഗ് ടോണാണ്. എനിക്ക് എന്തെല്ലാം മയിലാണ് ദൈവമേ. വാണവാടി മത്സരം നടത്തുന്നു കൊച്ചി ട്രാവലർ. കൊള്ളാടാ. നീ വാടാ. എന്താ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാഗമായി. അതുകൂടാതെ പാറമുക്ക് ചന്തപ്പാറ നമുക്കില്ലേ ലോട്ട ശരിക്കും കളിയാ. കോസ്റ്റ്യൂം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഏത് സെറ്റ് രാജാവിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ശരിക്കും ഒരു പൊടി യുവരാജാവിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ഇന്ദ്രനൊന്നും ആകാൻ പറ്റിയില്ലേലും നീയൊക്കെ ഇന്ദ്രനായി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രമ്പേട്ടത്തിലെ അവസ്ഥ ലൊട്ടയില് 1124 ഓൺലൈന് ഓണായിക്കൊണ്ടാന്ന് കേട്ടോ. നോക്കട്ടെ കയറി നോക്കാം. ആരെല്ലാം ഉള്ളത് നോക്കട്ടെ. അടേ ഇരിക്കും. നോക്കട്ടെ. ആരവിടെ? മുഖം കാണിക്കൻ. എടാ നീ മുഖം കാണിക്കടാ. മുഖം കാണിക്കുവിൻ. ഇവൻ കൊതം കാണിക്കും കേട്ടോ. ഹലോ ആരാ? പേരെന്താ? ഹലോ പേരെന്താണ്? പേര് പറയൂ. ആസില. എവിടെ സ്ഥലം?
പണ്ട് എന്താക്കുന്ന പരക്കുന്നുണ്ടാ? എടാ ഇതെന്ത് റിച്ച് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. എടാ നീ റിച്ചാ? നോക്കട്ടെ എന്റെ വീട് കാണിച്ചേ, ചുറ്റും കാണിച്ചേ. എടാ റിച്ച് ഗൈ. എത്ര പൈസ ഉണ്ട് കൈമ? 1 ആ എന്നിട്ട് മമ്മദ് പൊട്ടൻ മമ്മദ് ഇവനെ ഞാൻ മിക്കവാറും എവിടെയെങ്കിലും ഹോസ്റ്റലിൽ ബോർഡിങ്ങിൽ കൊണ്ടുവിടുക. ഇത് മാവേലിയടാ, കണ്ടിട്ട് മനസ്സിലായില്ലേ? കമ്മിങ് ഫ്രം പാതാളം. ഏതാ ഇവൻ? ലൊട്ട കിക്ക് മാമു. ഇതെന്താ ചാറ്റ് മൊത്തം കിക്ക് മാമു മാത്രമായല്ലോ. എടാ പാവടാ, ചെറുതല്ലടാ, നിന്നോട്ട് ചേച്ചിനാ നിർത്തിക്കുന്നത്. ഡേയ് എന്തണ്ടി സംസാരിക്കൂല. എടാ ലൊട്ടയില് 1124 ഓൺലൈൻ നിൽക്കും. ഇപ്പൊ എത്രയായി നോക്കട്ടെ? 1300. ഓരോ മിനിറ്റിലും കൂടിയാന്നല്ലോ ഇത്. എടാ ലൊട്ട ശരിയായ സൈറ്റ് ആയിട്ടാ. എടാ ഞാൻ ഡബ്ല്യുവിന്റെ കാര്യം പറഞ്ഞ നിങ്ങളോട്. ഞാൻ പറയാൻ മറന്നുപോയി. എടാ ഞാൻ ഉള്ള പോലെ പറയാലോ മുത്തേ. നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു മെർച്ച് ഇറക്കിയിട്ടില്ലേ, മയിരി ഫ്ലോപ്പായടാ. അത്രയും പൈസ അച്ഛൻ ഇതുവല്ലോ അറിയുന്നുണ്ട്. അച്ഛൻ ഇവിടെ വന്ന് ലൈവിന്റെ സമയത്ത് വന്നിട്ട് കോമാളിത്തരം കാണിച്ചിട്ട് പോയാൽ മതി. ഞാനിവിടെ എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിക്കുന്ന അറിയോ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് മൊത്തം പോയി. നമ്മൾ വിചാരിച്ചത് ഒരു 10,000-5,000 ഓർഡർ എങ്കിലും കിട്ടുന്ന, ഒരു 10,000 ഓർഡർ കിട്ടുന്ന വിചാരിച്ചത്. ഓർഡർ ഒക്കെ കിട്ടി. അച്ചായ ഒരു പെനിയൻ തരുവോ? പൈസ ഇല്ല. അച്ചായ ഒരു പെനിയൻ തരുവോ? പൈസ ഇല്ല. എന്തല്ല ലൈവ് പ്ലേ ചെയ്തിട്ടാ വന്നില്ല. എടാ നമ്മളെ ഡബ്ല്യു, എടാ നമ്മളെ മെർച്ചില്ലടാ ലൊട്ടയും ഡബ്ല്യു അത് ഫ്ലോപ്പാണ്. ഞാൻ അത്രയും പൈസയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങിയാണെടാ ഞാൻ. എടാ ഓൺലൈനിൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോ, മുത്തേ പൊട്ടാൻ ചാൻസ് നല്ല കൂടുതലാണ്. സൂക്ഷിച്ചും കണ്ടും ബിസിനസ് തുടങ്ങുക, മനസ്സിലാ? സൂക്ഷിച്ചും കണ്ടും തുടങ്ങുക. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനാ ഞാൻ വിചാരിച്ചത്. മയില് മുമ്പിപ്പോയാടാ. പൊട്ടത്തരം കാണിക്കരുത്. ഇനിയെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്നും ആലോചിക്കുക. അങ്ങനെ ആവും പോയി. മുഖം കാണിക്കടാ. ഇതെന്താ എല്ലാരും മമ്മൂനെ പുറത്താക്കി? കിക്ക് മാമു മൊത്തം കിക്ക വരുന്നടാ. ചെക്കൻ പാവാ. അതെന്താ പിന്നെ കിക്ക് ചെയ്യാൻ പറഞ്ഞ? എന്താടാ കുണ്ടി ഉണക്കുന്ന ഈ പൂവ്? നാറി. എടാ ഇത് മൊത്തം വൃത്തിയാക്കണം കേട്ടോ. നീ ആദ്യം പൂവ് മൊത്തം എടുത്ത് വലിച്ചു എറിഞ്ഞ് ഓണപ്പൂക്കൾ ഇടാൻ വിട്ട് കൊണ്ടത്. അല്ലാ ഇതാര്? ജമീൽ താത്തേ. ജമീൽ താത്ത വന്നിനാ. ജമീൽ താത്ത നമ്മളെ ജമീൽ താത്ത. അല്ലാ ജമീൽ താത്തെല്ലാം വന്നിട്ട് പിള്ളേരെ ലൈവും കണ്ടിരിക്കാന്ന് താത്ത. ഈശാസ്കരിച്ചാ ഉറങ്ങുന്നില്ല. മോനിക്ക് മക്കൾക്ക് വല്ല ഭക്ഷണം വെച്ചോടുക്ക്. എന്താടാ ഹലോ, ഇത് നല്ല ഓണം കേട്ടോ. ആരാ പേരെന്താ? അതൊന്നും പറയില്ല. പറയടാ. ഹലോ കേക്കാമോ? യോ വാട്സ് അപ്പ് ബ്രദർ? കേക്കാമോ? ഹലോ കേക്കാടാ പറ. ഈഗിള് നാട്ടിലുണ്ട്, വിളിക്കേ. ഈഗിളാ? ദുബൈയിലല്ലേ? നാട്ടിലുണ്ട് ഇവിടുണ്ട്. പിന്നെ എന്താ സുഖല്ലേ? സുഖം. നീ കായങ്ങളാ? അല്ലല്ല കോണി കൂടുതൽ കഴിഞ്ഞു. കൂടുതൽ നമ്മളെ ഈഗിളുടെ കാടല്ലേ? അതെ. ഓക്കെ, ഈഗിളുടെ വേസ്റ്റ് വേണം. അതെന്താ ഇപ്പൊ കണ്ടേ? അത് തോന്നിയാ അതെന്താ ഇപ്പൊ കണ്ടേ? ഹാപ്പി ഓണം ബ്രദർ. ഹാപ്പി ഓണം ബ്രദർ. എന്താ പറയുന്ന? എന്താ
നാട്ടിലെത്തിയാ നീ എപ്പ നാട്ടിൽ നീ ദുബൈയിലായിരുന്നില്ലേ? ആണോ? എന്താണ് വിറ്റാണോ? ഇതാ ഒരു ഹാപ്പി ആണോ പറയല്ലാറോ? വിക്കി അടാ വിക്കി ഈകള് വന്ന് എന്ത് വാമനനാ വാമനൻ വിക്കുണ്ട് കാലനുണ്ട് കാലിനെ കാണിച്ചിരുത് കാലൻ ഞാന് അവിടെ നിന്നൊരു യാത്രയായിരുന്നു. ഞാൻ എന്തോ പരിപാടി? എടാ എത്ര ആളുണ്ട് നാട്ടിൽ? എത്ര ആളുണ്ട്? ആണോ? അപ്പൊ ശരി ഹാപ്പി ഓണം. എടാ മഹാബലിയുടെ വക ഹാപ്പി ഓണം. മഹാബലിയുടെ ആശീർവാദം എപ്പോഴും ഉണ്ടാവും. എടാ ബൈ ഗുഡ് നൈറ്റ്. ഇവനെപ്പ നാട്ടിൽ വന്നേ? അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ദുബൈ തന്നെയാണ്. കോൾ സാഹിബ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്താ അറിയില്ല, ഒന്നെങ്കിൽ ലൈവിന്റെ ഇടയിലായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയില്ല. വേറെ ഫോണിലായിരിക്കും. അതാ വേറെ ഫോണിലാ. മുല ഉണ്ടാക്കിയിരിക്കും. അമ്മായിര് സ്ട്രീം സ്ട്രൈക്ക് കിട്ടുമല്ലോടാ. കോപ്പറേറ്റല്ല, മറ്റേ ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുമല്ലോ. ഞാൻ നേരത്തെ എന്തോ കണ്ട പോലെ, അല്ല ഒട്ടയിൽ എന്തോ കണ്ട പോലെ നമുക്ക് തോന്നിന്. മുല തന്നെയാ അത്. മയില് സ്ട്രൈക്ക് കിട്ടും ഓൾറെഡി. അത് എന്തായാലും സ്ട്രൈക്ക് കിട്ടും. ഒന്നുകൂടി കണ്ടിട്ട് സ്ട്രൈക്ക് കിട്ടട്ടെ. എന്ത് അത് ഉറപ്പില്ല സ്ട്രൈക്ക് കിട്ടുമെന്ന്. എന്നാ പിന്നെ ഇത് ഉറപ്പിച്ചോളൂ. എടാ അത് ശരിക്കും ഗേൾ മുല തന്നെയാ, അല്ല ബോയ് മുലയാ? എടാ ഗേൾ മുല തന്നെയാ മയില്. എടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടി വരും. ഒരേ ഒരു വഴി എന്താ അറിയോ? ഈ ലൈവ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും, കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അത് അങ്ങനെ ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. ആ അത് ചെയ്താൽ സ്ട്രൈക്ക് കിട്ടൂല. അപ്പൊ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളോ? മോഡറേറ്റേഴ്സ് ബോയ്സ് ഡു ഇറ്റ് റൈറ്റ് നൗ. നേരത്തെ ലൊട്ടയിലൊരു മുല കണ്ട പോലെ തോന്നി. അതാണെങ്കിൽ ഗേൾ മുല മയിൽ ഗേൾ മുല സീൻ അതെന്തായാലും സ്ട്രൈക്ക് കിട്ടും. എടാ ഒന്ന് സെറ്റാക്കിയ, അതൊന്ന് സെറ്റാക്കിയ. ആരെങ്കിലും മോഡറേറ്റേഴ്സ് ആരെങ്കിലും സെറ്റാക്ക. എടാ അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഗുഡ് നൈറ്റ്. ലവ് യു ബോയ്സ്. ഓക്കെ ഏതാ പാട്ട് പറ. കൊടികയറുന്ന പൂരമായ ഗേമുല. ഇതോ